ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ മധുര വരെ പോയി. വൈകിട്ട് 7 മണിയായപ്പോഴേക്കും മധുര എത്തി. റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോഴേക്കും നിറയെ ഓട്ടക്കാർ നമ്മളെ രാജാവിനെ പോലെ സ്വീകരിച്ചു. ആരെങ്കിലും നമ്മളെ സെലക്ട് ചെയ്യണമല്ലോ, ഒരാളെ സെലക്ട് ചെയ്തു. പുള്ളി നമ്മളെ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് കൊണ്ട് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. മധുര ടൗണിലൂടെ വണ്ടി ഓടിക്കാൻ ഒരു പ്രത്യേക പ്രാക്ടീസ് തന്നെ വേണം. പുള്ളി നമ്മളെ വണ്ടികളുടെ ഇടയ്ക്കൂടെയൊക്കെ തിരിച്ചും മറിച്ചുമൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓട്ടോയിലെ യാത്ര എത്ര കഠിനമാണെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ വിചാരിക്കും ഞാനൊരു കുതിരപ്പുറത്തൊക്കെ യാത്ര ചെയ്യുകയാണെന്ന് വിചാരിക്കും. ഞാൻ ഈ ഓട്ടോയിലെ പുള്ളിയുടെ അതിക്രൂരമായ യാത്രയ്ക്ക് വിധേയനായി. ഇത് കണ്ടോ, ഞാൻ കുതിരപ്പുറത്താണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. കുതിരപ്പുറമല്ല, ഇത് ഓട്ടോയുടെ സീറ്റിൻ്റെ മുകളിൽ തന്നെയുള്ള യാത്രയാണ്. അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തി. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നേരെ കട നോക്കിയപ്പോൾ ചെമ്മണ്ണൂർ ഒപ്റ്റിക്കൽസാണ്. ഇവിടെ മധുരയിലും വലിയ ബ്രാഞ്ചൊക്കെ ഉണ്ട്. ഞങ്ങൾ ചെന്നിറങ്ങിയ സ്ഥലം ഒരു ജുവലറിയുടെ സെൻറ്ററാണ്. ഇവിടെ ധാരാളം ജുവലറി കടയാണ്. ധാരാളം എന്നല്ല, എങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയാലും ജുവലറി കട മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ ജുവലറി കടകൾക്കൊക്കെ ആണെങ്കിൽ വർഷങ്ങളല്ല നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കടകളാണല്ലോ ഉള്ളത്. ചെമ്മണ്ണൂർ ഒപ്റ്റിക്കൽസ് എന്നറിയാതെ പറഞ്ഞു പോയതാണ് കേട്ടോ. ചെമ്മണ്ണൂർ ജുവലേഴ്സായിരുന്നു. സ്വർണ്ണക്കടകൾ നിറഞ്ഞേക്കുന്ന സ്വർണ്ണക്കടകളും അതിനുള്ള ആൾക്കാരെയും കാണുമ്പോൾ സ്വർണ്ണത്തിന് വില കൂടിയതുകൊണ്ട് ഇവിടെയെങ്കിലും ആർക്കും യാതൊരുവിധ എഫക്റ്റും ഇല്ല എന്നാണ് തോന്നുന്നത്. അങ്ങനെ നടന്ന് നമ്മൾ അവസാനം നമ്മുടെ സുഹൃത്തിൻ്റെ കണ്ണാടിക്കടയിലെത്തി. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾക്ക് മേടിക്കണം. എന്നിട്ട് രാത്രിയിലെ വണ്ടിക്ക് തിരിച്ച് നാട്ടിലേക്ക് മടങ്ങണം.